കടത്തനാട്ടിൽ ഇനി തെയ്യക്കാലം. കാക്കുനി ഉമിയൻകുന്നുമ്മൽ പരദേവത കുട്ടിച്ചാത്തൻ ക്ഷേത്ര തിറയുത്സവത്തിന് കൊടിയേറി. വടക്കേ മലബാറിലെ ഒരു ജനപ്രിയ ഹിന്ദു ആരാധന രീതിയാണ് തെയ്യം. ആഗസ്റ്റ് 18 തുടങ്ങി 25-നാണ് സമാപനം. 5 നാളത്തെ ഭക്തജനങ്ങളുടെ വെള്ളാട്ടിൻ്റെ സമാപനത്തിന് ശേഷമാണ് ഇന്ന് തിറയുത്സവം ഔദ്യോഗികമായി കൊടിയേറുന്നത്. പരദേവതയുടെയും കുട്ടിച്ചാത്തിൻ്റെയും തിറകളാണ് ക്ഷേത്രാങ്കണത്തിൽ അണിഞ്ഞിറങ്ങിയത്. ഇതോടെ ക്ഷേത്രാങ്കണം കാൽച്ചിലമ്പിൻ്റെയും തോറ്റംപാട്ടിൻ്റെയും അലയൊലികളാൽ മുഖരിതമായി. എട്ട് ദിവസം നീളുന്നതാണ് ഉമിയൻകുന്ന് ക്ഷേത്രത്തിലെ തിറ മഹോത്സവം. തുലാവർഷക്കാലത്ത് ആരംഭിക്കുന്ന ആഘോഷത്തിന് വാദ്യമേളങ്ങളോടൊപ്പം മഴയുടെ അകമ്പടിയും പതിവാണ്. ആചാരപ്രകാരം തുലാവർഷത്തിൽ തന്നെ നടത്തണമെന്നതിനാലാണ് മഴയത്ത് തിറ മഹോത്സവം നടത്തുന്നതെന്ന് ക്ഷേത്ര കുടുംബാംഗം പുതിയോട്ടിൽ ബാലക്കുറുപ്പ് പറഞ്ഞു. ഈ തറവാട്ടിലുള്ള 4 അംഗങ്ങളാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ സീസൺ മാറ്റി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. അതായത് മഴക്കാലം ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ സമയം മാറ്റുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് മഴക്കാലത്ത് തന്നെ നടക്കേണ്ട ഉത്സവമായതുകൊണ്ടാണ് ഇന്ന് മഴയത്ത് നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. 400 വർഷത്തിലധികം പഴക്കമുള്ള ചിരപുരാതന ക്ഷേത്രത്തിലെ തിറ മഹോത്സവം നടത്തുന്നത് ആയഞ്ചേരി പുതിയോട്ടിൽ തറവാട്ട് കുടുംബമാണ്. വടക്കേ മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് ക്ഷേത്രഭാരവാഹി ഗംഗാധരൻ പറഞ്ഞു. വടക്കേ മലബാറിലെ വളരെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഉമിയൻകുന്നുമ്മൽ കുട്ടിച്ചാത്തൻ പരദേവതാ ക്ഷേത്രം. ഈ ക്ഷേത്രം ആയഞ്ചേരി പുതിയോട്ടിൽ തറവാട്ട് വക കുടുംബാംഗങ്ങളുടെ ക്ഷേത്രമാണ്. ഇവിടെ തുലാമാസം പതിവായി 4-ാം തീയതി മുതൽ 5, 4, 5, 6, 7, 8 എന്നീ 4 ദിവസങ്ങളിലാണ് പ്രധാനമായും ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഉമിയൻകുന്നുമ്മലിൽ തുടങ്ങി കടമേരി പരദേവതാ ക്ഷേത്രത്തിൽ സമാപിക്കുന്നതാണ് കടത്തനാട്ടിലെ തെയ്യക്കാലമെന്ന് ക്ഷേത്ര കമ്മിറ്റി അംഗം MK സത്യൻ പറഞ്ഞു. ഇവിടെ കടത്തനാട്ടിലെ ആരംഭം ഇവിടെയും ഒടുക്കം കടമേരിയാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐതിഹ്യമൊന്നും ഉള്ളതായിട്ടില്ല. ആളുകൾ എങ്ങനെ പറഞ്ഞ് ഇതാകുന്നതാണ് ഉമിയൻകുന്നുമ്മൽ തുടങ്ങി കടമേരി അവസാനിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് കടത്തനാട്ടിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ആ കാലഘട്ടത്തിനിടയിൽ തന്നെ ഉത്സവങ്ങൾ നടന്നു പോകുന്നുണ്ട്. അത്രയുള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു ഐതിഹ്യമൊന്നുമില്ല. പിന്നെ പല ക്ഷേത്രങ്ങൾ പലപ്പോഴും പരസ്പരപൂരകങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. 25-ന് ക്ഷേത്രോത്സവം സമാപിക്കും. വഴികളും പരദേവത കൊണ്ടുപോകട്ടെ. സന്തോഷം